സീറോ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ആശംസകൾ നേർന്ന് ലിയോ പാപ്പ. യൂറോപ്പ് UK കൺവെൻഷനിൽ സംബന്ധിക്കുവാൻ റോമിൽ എത്തിച്ചേർന്ന സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ പിതാവും തലവനുമായ കർദിനാൾ ക്ലീമിസ് കത്തോലിക്ക ബാവയും മറ്റ് സഭാധ്യക്ഷന്മാരും ലിയോ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. ജൂൺ 13 വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ ബെസേലിയോസ് കർദിനാൾ ക്ലീമിസ് കത്തോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചിരുന്നു. ജൂൺ 15 വത്തിക്കാനിൽ വെച്ച് പാപ്പയുമായി മലങ്കര കത്തോലിക്ക സഭാ നേതൃത്വം കൂടിക്കാഴ്ച നടത്തിയത്. FCRA ബിൽ ജൂൺ 28 ദേശീയ പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ CBCI ആഹ്വാനം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 പാസാക്കിയേക്കുമെന്ന ആശങ്കകളെ തുടർന്ന് ജൂൺ 28 ഞായറാഴ്ച രാജ്യവ്യാപകമായി പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ആഹ്വാനം. ഏപ്രിലിൽ നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചെങ്കിലും പ്രതിഷേധം മൂലം തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ ജൂലൈ 3-ാം വാരം ആരംഭിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ എല്ലാ മെത്രാന്മാർക്കും വൈദികർക്കും സമർപ്പിതർക്കും അൽമായ വിശ്വാസികൾക്കുമായി അയച്ച സർക്കുലറിൽ CBCI അധ്യക്ഷൻ കർദിനാൾ ഡോക്ടർ ആന്റണി പൂല പ്രാർത്ഥനാ ദിനാചരണത്തിന് ആഹ്വാനം ചെയ്തത്. ദൈവത്തിന്റെ ചൈതന്യം സാമൂഹ്യ പ്രവർത്തകരുടെ മുഖമുദ്രയാവണം. ബിഷപ്പ് സെബാസ്റ്റ്യൻ തെക്കത്തച്ചേരിൽ. സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവർ ദൈവത്തിന്റെ ചൈതന്യം പകർന്നു നൽകുന്നവരാണെന്ന് KCBCയുടെ ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് സെബാസ്റ്റ്യൻ തെക്കത്തച്ചേരിൽ പ്രസ്താവിച്ചു. കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന്റെ 45ാമത് വാർഷിക പൊതുയോഗം കോട്ടയം ആമോ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർക്കാരിന്റെ പുതിയ സാമൂഹ്യ ഇടപെടലുകളായ സ്ത്രീകൾക്കായുള്ള ഇന്ദിരാ ഗ്യാരണ്ടി സൗജന്യ ബസ് യാത്രാ പദ്ധതി, ഓപ്പറേഷൻ തൂഫാൻ എന്നിവ അഭിനന്ദനാർഹമാണെന്നും അഭിപ്രായപ്പെട്ടു. KCBC ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ സബ്ബാസ് ഇഗ്നേഷ്യസിനെയും കെയർ ഹോംസിന്റെയും സ്പെഷ്യൽ സ്കൂളുകളുടെയും ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ക്ലീറ്റസ് കതിർപ്പറമ്പിലിനെയും യോഗം അഭിനന്ദിച്ചു. ദളിത് ക്രൈസ്തവരുടെ ഭരണഘടനാ അവകാശം നിഷേധിക്കുന്നത് ഖേദകരം. ബിഷപ്പ് ഗീവർഗീസ് മാർ അപ്രേം. ദളിത് ക്രൈസ്തവരുടെ ഭരണഘടനാ അവകാശം നിഷേധിക്കുന്നത് ഖേദകരമാണെന്ന് KCBC SC/ST കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഗീവർഗീസ് മാർ അപ്രേം. DCMS സംസ്ഥാന സമിതിയുടെ സത്യപ്രതിജ്ഞയും പ്രവർത്തനോദ്ഘാടനവും നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഏതു മതം സ്വീകരിക്കാനും അങ്ങനെ സ്വീകരിച്ചതിന്റെ പേരിൽ ഒരു വിവേചനവും പൗരനോട് കാണിക്കാൻ പാടില്ല എന്ന് ഉറപ്പു നൽകുന്ന രാജ്യത്താണ് 1950 മുതൽ ദളിത് ക്രൈസ്തവർ വിവേചനം നേരിടുന്നതെന്ന് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. എറണാകുളം POCയിൽ നടന്ന യോഗത്തിൽ DCMS സംസ്ഥാന പ്രസിഡന്റ് ഷിബു ജോസഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോസുകുട്ടി ഇടത്തിനകം ആമുഖ പ്രഭാഷണവും POC ഡയറക്ടർ ഫാദർ തോമസ് തറയിൽ മുഖ്യ പ്രഭാഷണവും നടത്തി. അന്താരാഷ്ട്ര ഗാർഹിക തൊഴിലാളി ദിനാചരണം ഉമാ തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. കേരള ലേബർ മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഫോറത്തിന്റെ സാന്നിധ്യത്തിൽ അന്താരാഷ്ട്ര ഗാർഹിക തൊഴിലാളി ദിനാചരണം സംഘടിപ്പിച്ചു. എറണാകുളം POCയിൽ നടന്ന സമ്മേളനം തൃക്കാക്കര MLA ശ്രീമതി ഉമാ തോമസ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഞ്ജലി സൈറസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. ഗാർഹിക തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവും സമൂഹത്തിൽ അവർ അർഹിക്കുന്ന അംഗീകാരവും ഉറപ്പുവരുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സമ്മേളനം വിലയിരുത്തി. KLM സംസ്ഥാന ഡയറക്ടർ ഫാദർ അരുൺ വലിയ താഴത്ത് ആമുഖ പ്രഭാഷണവും KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ തോമസ് തറയിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ജീസസ് ഫ്രറ്റേണിറ്റി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. ജീസസ് ഫ്രറ്റേണിറ്റി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചെയർമാൻ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തച്ചേരിയലിന്റെ അധ്യക്ഷതയിൽ POCയിൽ വെച്ച് നടന്നു. വിമലഹൃദയ തിരുനാൾ ദിനമായ ജൂൺ 13 യോഗം സംഘടിപ്പിച്ചത്. കേരളത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു.
തടവറ ശുശ്രൂഷ രംഗത്ത് തങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും നേരിടുന്ന വെല്ലുവിളികളും അംഗങ്ങൾ യോഗത്തിൽ പങ്കുവച്ചു. പ്രതികൂല സാഹചര്യങ്ങളിലും ശുശ്രൂഷ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന അംഗങ്ങളുടെ തീക്ഷ്ണതയെയും സമർപ്പണ ബോധത്തെയും പിതാവ് ഏറെ പ്രശംസിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. ജീസസ് ഫ്രറ്റേണിറ്റി സംസ്ഥാന ഡയറക്ടർ ഫാദർ മാർട്ടിൻ തട്ടിൽ യോഗത്തിൽ സംസാരിച്ചു. വചനപ്രഘോഷകനും പ്രശസ്ത ഭക്തിഗാന രചയിതാവുമായ ഫാദർ മൈക്കിൾ പനച്ചിക്കൽ വിടവാങ്ങി. വചനപ്രഘോഷകനും ഗാനരചയിതാവും സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനുമെന്ന നിലയിൽ ശ്രദ്ധ നേടിയ ഫാദർ മൈക്കിൾ പനച്ചിക്കൽ VC നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടു. വിൻസെൻഷ്യൻ സന്യാസ സമൂഹത്തിലെ സെയിന്റ് ജോസഫ് പ്രൊവിൻസ് അംഗമാണ്. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിന് നാഥ എന്ന പ്രസിദ്ധമായ ഗാനം ഉൾപ്പെടെ 700ഓളം ഭക്തിഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. അന്തീനാട് പനച്ചിക്കൽ പരേതരായ ദേവസ്യ ഏലി ദമ്പതികളുടെ മകനാണ്. സംസ്കാരം ജൂൺ 18 വ്യാഴാഴ്ച കോട്ടയം അടച്ചിറ പരിത്രാണ ധ്യാനകേന്ദ്രത്തിൽ നടന്നു. നിത്യത തീർക്കുന്ന നിമിഷങ്ങളിൽ എന്ന ഗാനമാണ് ആദ്യമായി രചിച്ചത്. വചനോത്സവം മാസികയുടെ സ്ഥാപക പത്രാധിപരായിരുന്നു. നിരവധി നോവലുകളും കഥകളും രചിച്ചിട്ടുണ്ട്.